ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വെണ്ടക്ക തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം തന്നെ കാണിച്ചൊരു സ്പൈസസ് റാക്കില്ലേ, അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അത്. പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 എണ്ണം. അതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അതും നല്ല യൂസ്ഫുള്ളായി തോന്നി കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിയാൽ നല്ല അടുക്കി പൊറുക്കി വെക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഞാൻ വെണ്ടയ്ക്ക നല്ല വൃത്തിയായി കഴുകിയിട്ട് അതിനെ നല്ല കനം കുറച്ചൊന്ന് അരിഞ്ഞു വെക്കുക കേട്ടോ. വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് 2 തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്. തക്കാളി ഉണ്ടായതായതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത്, പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അതൊക്കെ അരിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ടേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ റാക്ക് വാങ്ങിച്ചതിന് ശേഷം നല്ല രസമാണ് കേട്ടോ. നമുക്ക് കറി പൗഡറുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. മറ്റേതാകുമ്പോൾ സ്പൂണിനെ കൊണ്ടൊക്കെ കോരിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ബോട്ടിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഹോളുണ്ട്. അപ്പോൾ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കടുകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇങ്ങനെ വീഴും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക നല്ല വിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ വെണ്ടയ്ക്കയ്ക്ക്, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ തക്കാളി ചേർക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. എന്നിട്ട് അതും കൂടി ഈ വെണ്ടയ്ക്ക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ. പെട്ടെന്നാവുമല്ലോ വെണ്ടയ്ക്ക. എന്നുണ്ടോ നല്ല രീതിയിൽ ആ ഒരു ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ മോന് വേണ്ടിയിട്ട് മാങ്ങ ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ മാങ്ങ അരിഞ്ഞിട്ട് അതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മാങ്ങ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ മോന് കൊടുക്കുന്നത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഫ്രൂട്ട്സ് അവൻ ആസ്വദിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.